Vivel, Kyle, Oru Kodi. Are you ready? Powered by Josco Jewelers. പണം ഒരു ആയുധം പോലെയാണെന്ന് ഹെൻറി ഫോർഡ് പറഞ്ഞിട്ടുണ്ട്. Either you can use it അല്ലെങ്കിൽ അത് വലിച്ചെറിയാം. ഇവിടെ നിങ്ങളുടെ കയ്യിൽ നമ്മൾ 1 കോടി രൂപയാണ് തരുന്നത്. അത് നിങ്ങൾക്ക് ഒരു ആയുധം പോലെ സംരക്ഷിക്കാം. ഈ 1 കോടി രൂപ സ്വന്തമാക്കാൻ നമ്മുടെ കഴിഞ്ഞ മത്സരാർത്ഥികൾ അനുപമ ആൻഡ് സന്ധ്യ എത്തിയിരുന്നു. എന്താണ് 1 കോടി രൂപ വെച്ചിട്ടുള്ള ഒരു സ്വപ്നം? ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് വായിക്കാനായിട്ടൊരു ലൈബ്രറി 12 പേര്. അവരുടെ കയ്യിൽ ഇപ്പോഴും 26 ലക്ഷമാണ് ഉള്ളത്. ആൻഡ് ഇന്ന് രണ്ടാമത്തെ ചോദ്യമാണ് അവർ നേരിടാൻ പോകുന്നത്. 26 ലക്ഷവുമായി അവർ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ലെറ്റ്സ് വെൽക്കം സന്ധ്യ ആൻഡ് അനുപമ വൺസ് അഗൈൻ. നമസ്കാരം. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ദി ഗെയിം ഷോ. ഹൗ ഡു യു ഫീൽ? വിഷമമുണ്ട്. പോയ എത്ര വലിയ തുകയാണ് പോയത്? 74 ലക്ഷം പോയി അല്ലേ ആദ്യത്തെ ചോദ്യത്തിൽ? ഇന്ന് കെയർഫുൾ ആയിട്ട് നേരിടുമോ? കെയർഫുൾ ആകാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആയിരുന്നു അല്ലേ? പോയൊരു ഓപ്പർച്യൂണിറ്റി ഇനിയും തിരിച്ചു വരില്ലല്ലോ. കിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, രണ്ടുപേരും നല്ല രസമുണ്ടെന്ന് കാണാൻ. താങ്ക് യു. നല്ല സാരിയില്ല കേട്ടോ കൊടുത്തത്. എനിക്ക് കോട്ടൺ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ചെറിയ മാച്ച് ഉണ്ടല്ലേ? ഓക്കെ. സോ ഒരേ കളർ സ്കീമിലാണ്, ഒരേ രീതിയിലാണോ നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. I want you to take 26 lakhs home. രണ്ടാമത്തെ ചോദ്യത്തിലാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഞാൻ ഇതുവരെ രണ്ടാമത്തെ ചോദ്യത്തിൽ ഇങ്ങനെ ഒരു 26 lakhs മാത്രമായിട്ട് നേരിട്ടില്ല. I want you to continue ഈ 26 lakhs-ഉമായിട്ട്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം വരെ ശരിയായ ഉത്തരത്തിൽ വെച്ചേ പറ്റൂ. ഓക്കെ, so this is the game position. Second question is what we're going to face today and 26 lakhs in hand. You still have 6 questions to go. Okay, so let's play with the teachers. Vivel, Kyle, Oru Kodi, are you ready? $26 ലക്ഷവുമായി രണ്ടാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് നമുക്ക് ആദ്യം നോക്കാം. നോവൽ, ഭൂപ്രദേശം. നോവൽ. Novel. Novel is a selected category. Answer options are Perumbadavam Sridharan, K. Surendran, P. Valsala, M. Mugundan. ചോദ്യം, അഷ്ടപതി എന്ന നോവൽ എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻസ് വീണ്ടും ഇതാണ്: പെരുമ്പടവം ശ്രീധരൻ, കെ സുരേന്ദ്രൻ, പി വത്സല ആൻഡ് എം മുകുന്ദൻ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കൂ. Your time has begun. പെരുമ്പടവല്ലടാ. 50 seconds remaining. വത്സല, അഷ്ടപതി, മുഴുവൻ വെക്കാന്നോ? മുഴുവൻ വേണോ? മുഴുവൻ വെക്കണോ? 40 seconds remaining. സംശയം ഉണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്യണം. 30 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 30 സെക്കൻഡ് ബാക്കി. എന്ത് പറയണോ? സ്പ്ലിറ്റ് ചെയ്യണോ? 20 seconds remaining. രണ്ടെണ്ണമാണ് കേൾക്കുന്നത്. വളരെ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ ഒരു ആൻസർ ഓപ്ഷൻ പെരുമ്പടമാണെന്നാണ്. 10 9 പൈസ വെച്ച് അനുപമ ടീച്ചർ കോൺഫിഡന്റ് അല്ല. സന്ധ്യ ലുക്സ് കോൺഫിഡന്റ്. പെരുമ്പടവം ശ്രീധരനിലാണ് 26 ലക്ഷം വെച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രനിൽ ഒന്നുമില്ല, പി വത്സലയിൽ ഒന്നുമില്ല, എം മുകുന്ദനിൽ ഒന്നും ഇല്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ ഇപ്പോഴും വാലിഡ് ആണ്. വേണമോ വേണ്ടയോ? വേണ്ട. 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 ഓക്കെ, സ്റ്റെപ്പ് അപ്പ് പ്ലീസ്. പെരുമ്പടവം ശ്രീധരനിലാണ് 26 ലക്ഷവും വെച്ചിട്ടുള്ളത്. കോൺഫിഡന്റ് അല്ലെങ്കിലും സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. ഒരു ആൻസറിന്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിപ്പോ ശരിയല്ലെങ്കിൽ your game is going to end here, teachers. Yes or no? Your game should not end here. K. Surendranil
ഒന്നുമില്ല. പി വത്സലയിൽ നത്തിങ്. എം മുകുന്ദനിലും ഒന്നും ഇല്ല. ആരായിരിക്കാം? ടോപ്പ് ഓർ ഡ്രോപ്പ്? താങ്ക് യു. ഒരു ഉറപ്പില്ലാതെ നിങ്ങൾ First ഞങ്ങൾ ആദ്യം പറഞ്ഞു അഷ്ടപതിയില്, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മൾ ആ നോവലിന്റെ പണ്ട് back page എപ്പോഴോ ഒക്കെ മനസ്സിൽ എപ്പോഴോ കേറുമല്ലോ, അത് പിന്നെ മാറ്റി എപ്പോഴോ കഴിഞ്ഞാൽ കേറിയിട്ടുണ്ട് confused ആവും. അഷ്ടപതി പെരുമ്പട വന്നിട്ട്. എന്തായാലും സ്വന്തം വായനശാലയൊക്കെ തുടങ്ങുന്ന രണ്ട് ടീച്ചേഴ്സ്, എന്തായാലും നല്ല ധാരണ വേണം കേട്ടോ ഇതിനെ കുറിച്ച്. ഒരു ഊഹം മാത്രം വെച്ച് നേരിട്ട് പോയാ പോരാ. ഒരു സങ്കീർത്തനം പോലെ എഴുതിയതാരാ? പെരുമ്പട ശ്രീധരൻ. ആ അതറിയാം അല്ലേ? ഇത് മാത്രം അറിഞ്ഞൂടാ. അഷ്ടപതി പെരുമ്പട ഇത് ഒരു സങ്കീർത്തനം പോലെ ഇങ്ങനെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ടീച്ചേഴ്സിനൊരു എന്റെ അമ്മയും പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഷീ ഹാസ് ടോട്ട് സ്റ്റുഡൻസ്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ടീച്ചേഴ്സ് ആവുമ്പം ഒരു പ്രശ്നം വരാറുണ്ട്. നമുക്ക് അറിയുന്ന ഒരു സംഭവത്തെ കുറിച്ച് എപ്പോഴും ബുക്സ് റെഫർ ചെയ്തിട്ടാണ് നമ്മൾ കുട്ടിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതെപ്പോഴും എല്ലാ സിറ്റുവേഷനിലും വരാറുണ്ടോ എന്ന് വെച്ചാൽ റൂൾ എന്താന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടിയോട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയാൻ പറ്റും. ഞങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കും. ഓരോ പീരീഡിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യും, നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, അബദ്ധമായിട്ടൊന്നും പറയരുത്. കാരണം നമ്മളെക്കാട്ടിൽ അറിവുള്ളവരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ. ഒരു ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ നല്ല സ്മാർട്ട് ആണ്. വെരി സ്മാർട്ട്, ദാറ്റ്സ് ട്രൂ. So to the third question, but before that, പ്രേക്ഷകർക്കായി ഇന്നത്തെ ആൻസർ ഓപ്ഷൻസ് ഇതാണ്. ഓപ്ഷൻ എ തലശ്ശേരി, ഓപ്ഷൻ ബി കോവളം, ഓപ്ഷൻ സി മട്ടാഞ്ചേരി ആൻഡ് ഓപ്ഷൻ ഡി അങ്കമാലി. ചോദ്യത്തിന് ഇനിയും സമയം ആയിട്ടില്ല. കീപ് വെയിറ്റിംഗ്. ഓക്കെ, ലെറ്റ്സ് സീ ദ ഗെയിം പൊസിഷൻ നൗ. 26 ലക്ഷം നിലവിലുണ്ട്. 5 ചോദ്യങ്ങൾ മാത്രം ഇനി നേരിടാൻ. മൊത്തത്തിൽ 7 ചോദ്യമുള്ളൂ. അപ്പോൾ 5 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു പ്രസക്തിയില്ല. മൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത്. Are you ready? Yes. All right. We are all ready. മൂന്നാമത്തെ ചോദ്യത്തിലേക്കുള്ള കാറ്റഗറീസ് ആ ദേവാലയങ്ങൾ, ഗവേഷണം. ദേവാലയങ്ങൾ. സെലക്ടഡ് കാറ്റഗറി ദേവാലയങ്ങൾ. ആൻസർ ഓപ്ഷൻസ് ആ 1920-കൾ, 1930-കൾ, 1940-കൾ, 1950-കൾ. ചോദ്യം: ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഏത് ദശാബ്ദത്തിലാണ് സ്ഥാപിതമായത്? 1920-കൾ, 1930-കൾ, 1940-കൾ ആൻഡ് 1950-കൾ. പരസ്പരം ആലോചിച്ച് തീരുമാനിക്കുക. The timer has begun. സൗത്ത് ഇന്ത്യയില് സെന്റ് തോമസ് വന്നതാണെന്ന് നോക്കുന്നത്. 50 seconds remaining. 40-ല് 40-ല് 50-ല് വെക്കണം. 40 സമയം 40 seconds remaining. 40, 30, 20 വെക്കണം കേട്ടോ. അങ്ങോട്ട് നീങ്ങുന്നുണ്ട്. 30 seconds. ഇത് വെച്ചോ, എവിടെ വെക്കണം? അവിടെ വെച്ചോ, അവിടെ വെച്ചോ. 10, 9, 8, 7. 1920-കളിൽ 8 ലക്ഷം, 1930-കളിൽ 10 ലക്ഷം, 1940-കളിൽ 8 ലക്ഷം, 1950-കളിൽ ഒന്നുമില്ല. ക്വിക്ക് ചേഞ്ച് ഓപ്ഷൻ വേണമോ വേണ്ടയോ? നോ. നോ. ഓക്കെ, അറിയുന്ന ചോദ്യമായിരുന്നു ഇത്? അല്ല. അല്ല. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യാ സാധാരണ? ഇതുപോലെ വെക്കുമോ അല്ലേ? സ്പ്ലിറ്റ് ചെയ്തു വെക്കും. കൂടുതൽ ശരിയായി തോന്നുന്നത് അവസാനം ഒരു ബണ്ടിൽ വെക്കുന്നതുണ്ടോ, ഇങ്ങനെ കറക്കി കുത്തൽ.
അത് ഈശ്വരന് വിട്ടുകൊടുത്താണ്. ആണല്ലേ? പ്ലീസ് സ്റ്റെപ്പ് അപ്പ്. 1920-കളിൽ 8 ലക്ഷം, 1930-കളിൽ 10 ലക്ഷം. മോർ എമൗണ്ട് അവിടെയാണ്. 1940-കളിൽ 8 ലക്ഷം, 1950-കളിൽ ഒന്നും വെച്ചിട്ടില്ല. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല. Stop or drop? ദേവാലയങ്ങളെ തുണയ്ക്കുമെന്ന് വിചാരിച്ചു അല്ലേ? ദൈവം തുണയ്ക്കുമെന്നാണ് ഗവേഷണം വേണ്ട എന്ന് വിചാരിച്ചു. പക്ഷെ ഗവേഷണവും ടഫല്ലേ? അവിടെ ഏതെങ്കിലും ഗവേഷണശാലയായിരുന്നു എന്ന് ചോദിക്കുന്നതെങ്കിൽ ഈസി ആയിരിക്കും, ഒരു പക്ഷെ പറയുമായിരിക്കും. 1940-കളിൽ 8 ലക്ഷം, 1950-കളിൽ ഒന്നും വെച്ചിട്ടില്ല. മനസ്സ് പറഞ്ഞു 1950-കളിൽ ആയിരിക്കില്ല എന്ന്. 8 ലക്ഷം രൂപ കിട്ടട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചോളൂ. ദേവാലയങ്ങളായിരുന്നു ചൂസ് ചെയ്ത കാറ്റഗറി. സോ മേ ഗോഡ് ബി ഇൻ യുവർ ഫേവർ. ടോപ്പ് ഓർ ഡ്രോപ്പ്? ഈ ടീച്ചേഴ്സിന്റെ വിശ്വാസം രക്ഷിക്കുമോ ഇല്ലയോ? ബ്രേക്കിന് ശേഷം കാണാം ഓൺ വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? വെൽക്കം ബാക്ക് ടു വിവൽ കയ്യിൽ 1 കോടി. ആർ യു റെഡി? പവർഡ് ബൈ ജോസ്കോ ജുവല്ലേഴ്സ്. ബ്രേക്കിന് മുൻപേ ഭയങ്കര ടെൻഷനുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ടീച്ചേഴ്സായ സന്ധ്യ ആൻഡ് അനുപം, അവർക്ക് കിട്ടിയ ചോദ്യം ഇതാണ്: ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഏത് ദശാബ്ദത്തിലാണ് സ്ഥാപിതമായതെന്ന്. 2 ആൻസർ ഓപ്ഷൻസ് അതിൽ ഡ്രോപ്പ് ആയിരിക്കുന്നു. അതിൽ അവർ 18 lakhs ആണ് അവർക്ക് നഷ്ടമായത്. ഇപ്പോഴുള്ളത് 1940-കൾ എന്ന ആൻസർ ഓപ്ഷനിൽ 8 ലക്ഷവും 1950-കൾ എന്ന ആൻസർ ഓപ്ഷനിൽ ഒന്നും ഇല്ല. 8 lakhs അല്ലെങ്കിൽ നത്തിങ് ആണ്. സോ ലെറ്റ് us see what's going to happen. Top or drop? ഇല്ല. തീർന്ന സന്ധ്യ. തീർന്ന സന്ധ്യ. ചിരിക്കണ്ട. ശരിക്കും വെരി ക്ലോസ് ആയിരുന്നു അല്ലേ അത്? പക്ഷെ തോന്നിയില്ലേ 1930-ലെ ആ കറക്കി കുത്തി ഒരു ബണ്ടിൽ വെച്ചിരുന്നില്ലേ? അത് 40-ലായിരുന്നെങ്കിൽ 10 കയ്യിലിരിക്കുമായിരുന്നു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ഇറ്റ്സ് പോപ്പുലർലി ആൻഡ് കോമൺലി നോൺ ആസ് CSI. അത് സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ്? ചിന്തിച്ചില്ല. 1947-ലാണ് സ്ഥാപിതമായത്. ചോദിച്ചിരുന്നെങ്കിൽ ഇതിങ്ങനെ പോയില്ല ഒട്ടും. മൈ ഗോഡ്, അത്ര ഈസി ആകുമോ നമ്മള്? കണക്ട് ചെയ്ത് ചിന്തിച്ചേനെ. ആസ് എ സ്റ്റുഡന്റ് എല്ലാവർക്കും വിറക്കുന്ന ഒരു സമയമുണ്ട്. അതേതാന്നറിയോ? ഈ പേരൻസും ടീച്ചറും മീറ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ ബഹറിലെ പേരന്റ് ടീച്ചർ മീറ്റിംഗ് എന്നാണ് പറയാ. ഇവിടെ എന്താണ് പേരന്റ് ടീച്ചർ മീറ്റിംഗിന്റെ രസകരമായ എന്തെങ്കിലും അനുഭവങ്ങൾ പറയാം. പറയാനുള്ളൊരു പറയാനൊരു ടെൻഷനാണ്. എന്തൊക്കെയോ ഉണ്ട്. പറയൂ ടീച്ചറെ, പറയൂ. ഫണ്ണി എന്തെങ്കിലും ഉണ്ടാവല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേപ്പറിൽ എഴുതി വെച്ചൊരു കാര്യം പേര് പറയില്ല, അത് പറയും. മുടി പര്യായമുണ്ട്. അപ്പം കേശം, വേണി ഇതൊക്കെയാണ് എഴുതേണ്ടത്. എത്ര ആലോചിച്ചിട്ടും അവന് ആൻസർ ഇല്ല. അവസാനം ആൻസർ എഴുതി തലയിലെ രോമം.
എന്ത് ചെയ്യും ഞാൻ ഇന്ന് ആ കുട്ടി ഓർത്തോ 10th-ലാണ് ഓർത്തോർത്തിച്ചിരിക്കുന്ന ആ കുട്ടി വലിയ വർഷങ്ങൾക്ക് ബാക്കാണ് ഒരു 8 വർഷം മുമ്പുള്ള എന്ന് ഞാൻ ഓർക്കും. എന്നിട്ട് ആ സ്റ്റുഡന്റിനെ പിന്നെ ഫ്യൂച്ചറിൽ കണ്ടോ? കണ്ടിട്ടില്ല. 10th+2 കഴിഞ്ഞ് കുട്ടി പോയി. തലേന്റെ മുകളിൽ വളരുന്ന മുടി അല്ല എന്താണ് രോമം, തലയിലെ രോമം. തലയിലെ രോമം. Alright, so let's get back to the game with the game position. 3 ചോദ്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ ടീച്ചറെ. 1,08,00,000 ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് 4ാമത്തെ ചോദ്യം ആയത് കാരണം. അമൗണ്ട് ചുരുങ്ങിയതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻസ് ഞാൻ ചുരുക്കാൻ പോവാണ്. 1 ആൻസർ ഓപ്ഷൻ, സ്ട്രൈക്ക് ഇറ്റ് ഓഫ്. ഇപ്പൊ 3 ആൻസർ ഓപ്ഷൻസ് ആണുള്ളത്. 1 എപ്പോഴും ഫ്രീ ആക്കി വിടണം. റെഡിയാണോ അടുത്ത കാറ്റഗറീസ് അറിയാൻ? സൂക്ഷിച്ച് ചൂസ് ചെയ്യൂ കാറ്റഗറീസ്. അതിൽ തന്നെ ചിലപ്പം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാം. കാറ്റഗറീസ് 4, ക്വസ്റ്റ്യൻ നമ്പർ 4 ആ എണ്ണം അളവുകൾ. എണ്ണം അളവുകൾ. ഇത് വേണം. എണ്ണം അളവുകൾ. എണ്ണം അളവോ ഏതാടാ വേണ്ടേ? അളവുകൾ എണ്ണം. രണ്ടും കുഴപ്പിക്കുന്നതാണ്. രണ്ടായാലും ഞങ്ങൾക്ക് ഒരുപോലെ. മാത്സ് സ്ട്രോങ് ആണെങ്കിൽ അല്ല, മലയാളമാണ്. ഇത് വേണം. എണ്ണം. എണ്ണം. ഓക്കെ, എണ്ണമാണ് സെലക്ടഡ് കാറ്റഗറി. ആൻസർ ഓപ്ഷൻസ് ആ 1 മില്യൺ, 10 ലക്ഷം, 1 കോടി. ഓക്കെ, ചോദ്യം മൂല്യത്തിൽ ഇതിൽ ഏതാണ് വലുത്? ആൻസർ ഓപ്ഷൻസ് 1 മില്യൺ, 10 ലക്ഷം, 1 കോടി. ആലോചിച്ച് തീരുമാനിക്കൂ. പൂജ്യങ്ങൾ എണ്ണി തീരുമാനിക്കൂ. സമയം ആരംഭിച്ചിരിക്കും. 1 മില്യണിലും 1 കോടിയിലും വെക്കാം. 1 കോടിയിലും വെക്കാം. കൂടുതൽ 1 കോടിയിൽ വെക്കാം. രണ്ടും ഒരുപോലെ വെക്കാം. പക്ഷെ 10 ലക്ഷമാണോ 1 കോടിയിലേക്ക്? 40 seconds remaining. 1 മില്യൺ 1 കോടി. ടൈം പോകുന്നു. അല്ല, 1 മില്യൺ 1 കോടി തന്നെ ഉള്ളത്. 10 ലക്ഷം അല്ലേ ഇവിടെ വെക്കാൻ? അതുകൂടെ വെക്കാനോ? ഇതൂടെ വെക്കാനോ? 20 seconds remaining. അത്രയും അല്ലേ? ഒരെണ്ണം അവിടെ വെക്കാം.